ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഒരുമിച്ചൊരു ബെസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. ഞാനിവിടെ കുക്ക് ചെയ്യാനായിട്ട് ഡച്ച് ഓവൻ ടൈപ്പുള്ള ഒരു പോട്ടാണ് വെക്കുന്നത്. പോട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ചെറുതായി കളറ് മാറി വരുമ്പോൾ ഡൈസായി അരിഞ്ഞു വെച്ചുവിന് സവോള നമുക്കതിൽ ആഡ് ചെയ്യാം. സവോളയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും, അതൊന്നും മാറി വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നീളത്തിൽ എറിഞ്ഞ 2-3 പച്ചമുളകും പിന്നെ വേപ്പിലയും കൂടെ നമുക്കൊന്ന് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം 1-2 മിനിറ്റ് നമുക്ക് പിന്നെ ഇളക്കി കൊടുക്കാം. ക്യൂബ്സ് ആക്കി അരിഞ്ഞിട്ടുള്ള ഉരുളൻകിഴങ്ങ് നമുക്ക് ആഡ് ചെയ്യാം. അടുത്തതായി ക്യാരറ്റും ബീൻസും കൂടെ നമ്മൾ കട്ട് ചെയ്തത് അതിലോട്ട് ആഡ് ചെയ്യാണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം, അതുപോലെ തന്നെ ഗ്രീൻ പീസ് ആഡ് ചെയ്യുന്നവരുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വീഡിയോ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അതിനുള്ള റീസൺ ഞാൻ വഴിയെ പറഞ്ഞു തരാം. പിന്നെ നമ്മൾ നമ്മുടെ പാകത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നമ്മൾ നാളികേരം ചെരുകി 1-ാം പാലും 2-ാം പാലും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ 2-ാം പാലാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ആ 2-ാം പാലിലാണ് നമ്മുടെ വെജിറ്റബിൾസ് മൊത്തം ഇരുന്ന് കുക്കാവേണ്ടത്. ഇനി ഞാൻ പറഞ്ഞ കഥയിലോട്ട് വരാം. ഞങ്ങൾ PGക്ക് താമസിക്കുമ്പോൾ എനിക്ക് കുക്കിങ്ങിൻ്റെ ABCD അറിയില്ലായിരുന്നു. അന്ന് എനിക്ക് ചിക്കൻ കറിയും കൂന്തൽ റോസ്റ്റും പരിപ്പ് കറിയും ഇതെല്ലാം എൻ്റെ ഫ്രണ്ടാണ് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ 2 പേരും 2 വഴിക്കായി. പിന്നെ ഞാൻ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഡിഷായിരുന്നു ഈ വെജ് സ്റ്റൂ. അവൾക്ക് ഇത് നല്ലപോലെ ഇഷ്ടാവും ചെയ്തു. ഇന്നലെയും ഞാൻ ഈ ഡിഷ് ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടുണ്ടായി. ഇതൊന്നും അറിയാണ്ട് വെജ് സ്റ്റൂവിനെ പറ്റി വന്ന് കമന്റ് ഇട്ട് അവൾ ഞാൻ എങ്ങനെ ഈ നിമിഷത്തിൽ ഓർക്കാണ്ടിരിക്കും. 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചായിരുന്നു വേവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഇത് കാഷ്നട്ട് പേസ്റ്റ് ആണ്. ഇത് നമ്മുടെ ഗ്രേവിക്ക് എപ്പോഴും നല്ല തിക്നെസ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യും. ഫ്രഷ് ക്രീമോ ഒന്നും തന്നെ ആഡ് ചെയ്യാതെ നമ്മുടെ സ്റ്റൂവിൻ്റെ ഗ്രേവിക്ക് തിക്നെസ് കൊടുക്കാൻ കാഷ്നട്ട് പേസ്റ്റ് നമ്മളെ സഹായിക്കും. അതിനുശേഷം കുരുമുളക് പൊടി ആഡ് ചെയ്യാണ്. നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പാകത്തിന് നോക്കി കുരുമുളക് പൊടി ഇട്ടാൽ മതി. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. ആ കാഷ്യൂ പേസ്റ്റും എല്ലാം കൂടി ഒന്ന് കുറുകി വരുന്ന വരെ നമ്മൾ ഇളക്കുന്നുണ്ട്. കാരണം 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കധികം തിളപ്പിക്കാൻ പറ്റില്ല. ഇനി ഞാനിതിലേക്ക് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ഗരം മസാല പൗഡർ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, പക്ഷേ ഞാൻ എപ്പോഴും യൂസ് ആക്കാറുണ്ട്. എനിക്കിതിട്ടാലേ ഞാനൊന്ന് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ആ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കറക്റ്റ് കിട്ടണമെങ്കിൽ ഞാനൊരു കുറച്ച് ഗരം മസാല ആഡ് ചെയ്യലുണ്ട്. അതിനുശേഷം 1-ാം പാൽ ഒഴിച്ച് തിളവരുന്നൊക്കെ തൊട്ട് മുന്നേ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി വെജ് സ്റ്റൂവിൻ്റെ റെസിപ്പി. സ്റ്റൂവിൻ്റെ ഒപ്പം എപ്പോഴും കഴിക്കാൻ എനിക്ക് ഫേവറേറ്റ് വെള്ളയപ്പമാണ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അതല്ല നിങ്ങൾ ആഡ് ചെയ്യുന്ന എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.